മുൻ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് സെൻറ്റർ ഓഫ് മാസ് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ്. അതിങ്ങനെയായിരുന്നു. ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്, M1 മാസുള്ള ഒബ്ജക്റ്റ് ഇവിടെ, M2 മാസുള്ള ഒബ്ജക്റ്റ് ഇവിടെ. ഇതിൻ്റെ കോർഡിനേറ്റ് x1, ഇതിൻ്റെ കോർഡിനേറ്റ് x2. ദെൻ മൊമെൻറ്റ് ഓഫ് M1 എന്ന് പറഞ്ഞാൽ M1 ഇൻറ്റു x1 എന്നായിരുന്നു. അപ്പം എന്താണ് മൊമെൻറ്റിൻ്റെ അർത്ഥം? The tendency of the object with mass m1 to rotate about the origin. ഈ ഒറിജിന് ചുറ്റും കറങ്ങാനുള്ള M1 മാസുള്ള ഒബ്ജക്റ്റിൻ്റെ ടെൻഡൻസി, പ്രവണതയാണ് നമ്മൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ M2 x2 ആണ് മൊമെൻ്റ് ഓഫ് M2 എന്ന് കണ്ടു. ദെൻ സെൻറ്റർ ഓഫ് മാസ് x ബാർ ഇസ് ഈക്വൽ ടു M1 x1 പ്ലസ് M2 x2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ആണ്. ഇതാണ് സെൻറ്റർ ഓഫ് മാസ്. ഇനി ചെയ്യാൻ പോകുന്നത്, ഇതിപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ആ സ്ട്രെയിറ്റ് ലൈനിലെ സെൻറ്റർ ഓഫ് മാസ് ആണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മുടെ എയിം ഒരു പ്ലെയിനിലെ സെൻറ്റർ ഓഫ് മാസ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സെൻറ്റർ ഓഫ് മാസ് പ്ലെയിനിലാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കണം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇപ്പോൾ ഞാൻ ആർബിട്രറി ആയിട്ട് ഒരു പോയിൻ്റ് എടുത്തു. ആ പോയിൻറ്റിൻ്റെ അറിയാലോ, ഇവിടെ നിന്ന് എക്സ് ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ. സോ ഇതിൻ്റെ കോർഡിനേറ്റ് XY എന്നാണ്. കോർഡിനേറ്റ് XY. ഈ XY കോർഡിനേറ്റുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ ഒരു ഒബ്ജക്റ്റ് വയ്ക്കുകയാണ്. ആ ഒബ്ജക്റ്റിൻ്റെ മാസ് M ആണ്. ഇനി ഞാൻ ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ റോഡ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ Y. Then find my. My എന്ന് പറഞ്ഞാൽ അതൊരു ക്വാണ്ടിറ്റിയാണ്, മാസ് ഒരു ക്വാണ്ടിറ്റിയാണ്, ഒരു നമ്പറാണ്. Y ഒരു ഡിസ്റ്റൻസാണ്, നമ്പറാണ്. അപ്പോൾ മാസിൽ നിന്ന് മാസും ഒരു ഡിസ്റ്റൻസും തമ്മിലുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ മൊമെൻറ്റ്. അപ്പോൾ ഈ കിടക്കുന്നത് ഒരു മൊമെൻ്റാണ്. ഇനി അപ്പം ഇവിടെ നിന്ന് എന്തിൻ്റെ മൊമെൻ്റ് എന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതിനെ ഒരു റോഡ് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കണക്ട് ചെയ്തു. ദെൻ ഇതിനെ കറക്കാണ്. അപ്പോൾ ആർക്ക് ചുറ്റാണ് കറക്കുന്നത്? എക്സ് ആക്സിസിന് ചുറ്റുമാണ് ഞാൻ. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഈ എക്സ് ആക്സിന് ചുറ്റുമാണ് ഞാൻ കറക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് ചുറ്റും കറങ്ങാനുള്ള പ്രവണത ഇവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം എക്സ് ആക്സിലോട്ടാണല്ലോ നമ്മൾ റോഡ് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പോയിന്റിന് ചുറ്റും കറങ്ങാനുള്ള ഒരു വസ്തുവിൻ്റെ പ്രവണത, ടെൻഡൻസി, അതിനാണ് നമ്മൾ മൊമെൻ്റ് എന്ന് പറയാം. അപ്പോൾ അതൊരു മൊമെൻ്റാണ്. എന്തിൻ്റെ? മൊമെൻ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് with mass m. ഈ m മാസുള്ള ഒബ്ജക്റ്റിൻ്റെ എക്സ് ആക്സിന് ചുറ്റും കറങ്ങാനുള്ള ഒരു പ്രവണത, ടെൻഡൻസി, അതാണ് എഴുതിയിട്ടുള്ളത് my. നമുക്കിതിന് എന്ത് പേര് വിളിക്കാം? my ഈക്വൽ ടു മൊമെൻ്റാണ്. ഞാനതിനെ mx എന്ന് പേരെടുക്കുന്നു, ക്യാപിറ്റൽ MX. അപ്പോൾ MX വരെയുള്ള കാരണം എന്താ? എക്സ് ആക്സിന് ചുറ്റും കറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൊമെൻറ്റ് അബൌട്ട് എക്സ് ആക്സിസ്, മൊമെൻറ്റ് അബൌട്ട് x axis.
ഇവിടെ മൊമെൻറ്റ് അബൌട്ട് ഒറിജിൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആകുമ്പം മൊമെൻറ്റ് അബൌട്ട് എക്സ് ആക്സിന് ചുറ്റും കറങ്ങുക. അതിൻ്റെ ഫോർമുലയാണ് MY. ഇതേപോലെ ഈ M മാസുള്ള ഒബ്ജക്റ്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു റോഡ്, പെർപെൻഡിക്കുലർ റോഡ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ ഈ MX എന്ന് പറയുന്നതും മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതൊരു മൊമെൻ്റാണ്. Y ആക്സിലോട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ Y ആക്സിന് ചുറ്റും കറങ്ങാനാണ് അതിൻ്റെ ടെൻഡൻസി. അപ്പോൾ അത് മൊമെൻ്റ് അബൌട്ട് Y ആക്സിസ് ആണ്. ഞാൻ അതിന് എന്ത് ഡിനോട്ട് ചെയ്യും? MY എന്ന് ഡിനോട്ട് ചെയ്യും, ക്യാപിറ്റൽ MY. ഇവിടെ ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് നമ്മൾ എടുത്തത്, അതിൻ്റെ മാസ് M. നമുക്കതിന് പകരം N ഒബ്ജക്ട്സ് ഇവിടെ കൺസിഡർ ചെയ്യാം. N ഒബ്ജക്ട്സ്. X ആക്സിസ്, Y ആക്സിസ്. ഞാൻ 3 ഒബ്ജക്ട്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ മാസ് M1, അതിൻ്റെ കോർഡിനേറ്റ് X1 Y1. മറ്റൊരു ഒബ്ജക്റ്റ് വിത്ത് മാസ് M2, കോർഡിനേറ്റ് X2 Y2. മറ്റൊന്ന് M3 വിത്ത് കോർഡിനേറ്റ് X3 Y3. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെൻറ്റ് അബൌട്ട് എക്സ് ആക്സിസ്. മൊമെൻറ്റ് അബൌട്ട് എക്സ് ആക്സിസ്. അബൌട്ട് എക്സ് ആക്സിസ് അതിനെയാണ് MX ഡിനോട്ട് ചെയ്യുന്നത്, ക്യാപിറ്റൽ MX. നമുക്കറിയാം അബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ മാസ് ഇൻറ്റു Y കോർഡിനേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ M1 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഞാനിതിനെ ഈ 3 ഒബ്ജക്റ്റുകളുള്ള ഈ പ്ലെയിനെ ഞാൻ S എന്ന സിസ്റ്റമായി ഡിനോട്ട് ചെയ്താൽ, ക്യാപിറ്റൽ S ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്? മൊമെൻറ്റ് ഓഫ് S. മൊമെൻറ്റ് ഓഫ് S about X axis. അപ്പോൾ ക്യാപിറ്റൽ S എന്താണ്? ഈ ഒരു സിസ്റ്റത്തിനെ, ഇങ്ങനെ ഈ പ്ലെയിനിലെ 3 ഒബ്ജക്റ്റുകളുള്ള ഈ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ S. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ S അബൌട്ട് എക്സ് ആക്സിസ് അതിന് ഡിനോട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ MX ഈക്വൽ ടു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, അബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ മാസ് ഇൻറ്റു Y കോർഡിനേറ്റുകൾ. അപ്പോൾ ഇവിടെ നോക്കി, M1 എന്ന മാസ് ഉണ്ട് ഇൻറ്റു Y1 പ്ലസ് M2 Y2 പ്ലസ് M3 Y3. ഇവിടെ ഞാൻ 3 ഒബ്ജക്ട്സ് എടുത്തിട്ടില്ലേ, അതിന് പകരം N ഒബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് എക്സിട്ര MN YN ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ സിഗ്മ K ഈക്വൽ ടു 1 to N MK YK എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതാണ് മൊമെൻറ്റ് ഓഫ് S അബൌട്ട് ദി എക്സ് ആക്സിസ്. അബൌട്ട് ദി എക്സ് ആക്സിസ് വരുമ്പം MX എന്ന് ഡിനോട്ട് ചെയ്യും, പക്ഷേ എടുക്കുന്ന വാല്യൂസ് മാസ് ഇൻറ്റു Y കോർഡിനേറ്റുകളാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ മൊമെൻറ്റ് ഓഫ് S അബൌട്ട് Y ആക്സിസ് അതിനെ എന്ത് ഡിനോട്ട് ചെയ്യും? MY ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതുപോലെ തന്നെ MY ആകുമ്പോൾ മൊമെൻറ്റ് അബൌട്ട് Y ആക്സിസ് ആകുമ്പോൾ M ഇൻറ്റു X കോർഡിനേറ്റുകളാണ്. M1 X1 പ്ലസ് M2 X2 പ്ലസ് എക്സിട്ര MN XN ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ K ഈക്വൽ ടു 1 to N MK. ശ്രദ്ധിക്കണം,
മൊമെൻറ്റ് അബൌട്ട് ടു വൈ ആക്സിസ് my എന്ന് ഡിനോട്ട് ചെയ്യും. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്ന വാല്യൂസ് എക്സ് കോർഡിനേറ്റുകളാണ്. അപ്പോൾ 2 മൊമെൻറ്റുകൾ നമുക്ക് കിട്ടി. ഇവിടെയും പിന്നെന്താ ചെയ്തത്, മൊമെൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്തത് സെൻറ്റർ ഓഫ് മാസ് ആണ്. അപ്പോൾ ഈ എസ് എന്ന സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം എസ്, സെൻറ്റർ S is x bar y bar. ഡിനോട്ട് ചെയ്യുന്ന x bar y bar എന്നാണ്. ദാറ്റ് ഈസ് x bar y bar. ഓക്കെ, ഇനി x bar എന്താണെന്ന് കണ്ടുപിടിക്കണം. വേർ x bar is equal to, ഇവിടെ എന്താ ചെയ്തത്, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഒരു ലൈന് ഇവിടെ എക്സ് ആക്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത് m1x1 പ്ലസ് m2x2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഇവിടെ ആകുമ്പോൾ എന്ത് വരും, എക്സ് അബൌട്ട് എക്സ് ആക്സ് ആണല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ m1x1, ശ്രദ്ധിക്കണം ഇവിടെ ഒരു ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെടുത്തു, എക്സ് ബാർ ഇസ് ഈക്വൽ ടു m1x1 പ്ലസ് m2x2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഇവിടെ എക്സ് ബാർ ആയതുകൊണ്ട് തന്നെ എക്സ് ആക്സ് ആയതുകൊണ്ട് തന്നെ എക്സ് കോർഡിനേറ്റിൽ എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരണം, m1 x1 പ്ലസ് m2 x2 പ്ലസ് എക്സിട്ര mn xn ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് എക്സിട്ര mn. ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടോ, m1x1 പ്ലസ് ഇതിനെന്താക്കാം, സിഗ്മ k equal to 1 to n mk xk divided by sigma k equal to 1 to n mk total mass that is equal to, ഇതെന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് എസ് അബൌട്ട് വൈ എക്സ് ആണ്, my ആണ്. ഈ കിടക്കുന്നതാണ് നമ്മുടെ my. അപ്പോൾ എന്ത് പറയാം, my ബൈ ടോട്ടൽ മാസിനെ m എന്നാണ് ഡിനോട്ട് ചെയ്യുക, m. ദാറ്റ് ഈസ് എക്സ് ബാർ സെൻറ്റർ ഓഫ് മാസിലെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ M by മൊമെൻറ്റ് അബൌട്ട് ടു വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇതുപോലെ y ബാർ ഇസ് ഈക്വൽ ടു, ഇതേ പ്രവൃത്തി തന്നെയാണ് വേണ്ടത്, m1 y1 പ്ലസ് m2 y2 പ്ലസ് എക്സിട്ര mn yn divided by mn that is equal to, ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ mk mx. ഇതാണ് സിഗ്മ mk yk എന്ന് പറയുന്നത് mx ആണ്. സോ mx ബൈ m, ഇതാണ് ഈ കിടക്കുന്ന mx ബൈ m. ഇതാണ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒരു പ്ലെയിനിൽ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, എക്സ് ബാർ ഇസ് ഈക്വൽ ടു my ബൈ m, y ബാർ ഇസ് ഈക്വൽ ടു mx ബൈ m. എക്സും വൈയും പരസ്പരം മാറിയാണ് കിടക്കുക എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണം.